മൈ യൂട്യൂബ് ചാനൽ ഡെയിലി വിത്ത് കുഞ്ഞു. ഇന്ന് ഒരു ഹോളിഡേ ആണ് കേട്ടോ. നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു ബന്ദ് ഹോളിഡേ കിട്ടി. സോ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഗുഡ് മോർണിംഗ്. ഈ ഫാനിന് വന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരുന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ആ സൗണ്ട് കേൾക്കാറ് പോലുമില്ല. ഒരാഴ്ചനെ കൊണ്ട് ഞാൻ വളരെ യൂസ്ഡ് ആയിട്ടോ. സോ എഴുന്നേറ്റപാട് നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെക്കാൻ കേട്ടോ. നമ്മുടെ ഒരു ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവാനും ഓർഗനൈസ്ഡ് ആവാനും കുറച്ചുകൂടി അടിപൊളി ആവാനും ഒക്കെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ഈ ബെഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നൊക്കെയാണ് ഒരു പറയാറ്. ആൻഡ് ഫോർ മീ എനിക്കത് ഭയങ്കര വർക്കായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു വെക്കും. വലിയ കട്ടിലും ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ നിലത്ത് തന്നെയാണ് ബെഡൊക്കെ വിരിച്ച് കിടക്കുന്നത്. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് നമുക്കുള്ള ഒരു ചെറിയ സ്പേസ് ബ്യൂട്ടിഫുൾ ആയിട്ടായി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആൻഡ് ഓൾവേസ് ഒരുപാട് വെള്ളം കുടിക്കും. നാട്ടിലായിരുന്നപ്പോൾ അത്ര വെള്ളം കൂടി ശീലമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സാധനം തോന്നും. കാരണം ഇവിടുത്തെ ഹ്യൂമിഡിറ്റി വെതറൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും. രാത്രി ഞാൻ ബോട്ടിൽ ഫുള്ളാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോവാണ്. എന്തെങ്കിലും കഴിക്കണം, എന്താണ് ഉള്ളത് എന്ന് ആദ്യം പോയിട്ട് നോക്കണം. പ്രത്യേകിച്ച് ഒന്നുമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും മ്യൂസ്ലി, കേർഡ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ടിട്ട് കഴിക്കുകയാണ്. അപ്പം ഇന്നും അതൊക്കെ തന്നെയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പല്ല് തേച്ചിട്ടില്ല, അപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് സംയുക്ത വർമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സംയുക്ത വർമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആള് മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ല ബിക്കോസ് നമുക്ക് ഇൻറ്റേർണലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡി പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. സോ അത് അപ്പം എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ആ പുറത്തേക്ക് ആ ഡ്രൈനെസ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കാണിക്കും. പക്ഷെ നമ്മൾ ഈ മോയ്സ്ചറൈസറൊക്കെ തേക്കുന്നതുകൊണ്ട് തന്നെ ആ ഡ്രൈനെസ് ഒന്നും നമ്മൾ അറിയാതെ പോവുകയാണ്. അപ്പോൾ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിയാതെ പോവുകയാണെന്നാണ് സംയുക്ത വർമ്മ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ആൻഡ് എവിടെയോ അതൊരു പോയിന്റ് ആണെന്നും തോന്നി. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ. ഇവിടെ നേന്ത്രപ്പഴം കിട്ടാനില്ല. നമ്മുടെ കേരളയിലെ മട്ടരി, പൊന്നി, അതൊന്നും ആ കേരള സ്റ്റോഴ്സിലുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളിതുവരെ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്നും കിട്ടാനില്ല. ഓൺലി റോബസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മാംഗോ അല്ലെങ്കിൽ റോബസ്റ്റാണ് ഇതുവരെ ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങിയത്. ആൻഡ് പിന്നെ തൈര്, ഗ്രീക്ക് യോഗേർട്ട് വാങ്ങി വെക്കും, അതിടും. കുറച്ച് മ്യൂസ്ലി ഇടും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മുറിക്കും. അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കക്കിരി, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിക്കും. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഒന്നെങ്കിൽ റോബസ്റ്റ് ഇടും അല്ലെങ്കിൽ മാംഗോ ഇടും. ഇനി രണ്ടുണ്ടെങ്കിൽ രണ്ട് ഇടും. ഒന്നിനൊരു കുറവ് വരുത്താറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് റോബസ്റ്റ് പഴം മാത്രമേ ഉള്ളൂ, മാംഗോ ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് മ്യൂസ്ലിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഒരു 5 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനത്തിന് ശേഷം വീട്ടിൽ 1 വർഷം അല്ല 2 വർഷം കേട്ടോ, 2024-ഉം 2025-ഉം കംപ്ലീറ്റ്ലി വീട്ടിൽ. അപ്പം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം അമ്മയാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ലഞ്ച് പാക്ക് ചെയ്യുന്നു, പോകുന്നു, വരുന്നു, വന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സ് അലക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വീടെടുത്ത് നിൽക്കുമ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ആവുന്നത് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ നിറയും. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് കൊണ്ടുപോയി വെക്കണം. ഒരു ദിവസം നമ്മൾ ഉറങ്ങിപ്പോയാലോ എടുത്ത് കൊടുക്കാൻ മറന്നു പോയാലോ ആ വേസ്റ്റ് ഇങ്ങനെ പെൻഡിങ് ആയി അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പം ഇന്നലെ ആയിരുന്നു വേസ്റ്റ് കൊടുക്കേണ്ട ദിവസം. അന്നേരം ഞങ്ങളത് മറന്നുപോയി. ഇന്നാന്ന് ഓർത്തോടെ വെച്ചു. സോ ഇന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് മൊത്തം മീൻസ് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാതാവും. സോ അത് എടുത്തിട്ട് നമുക്ക് താഴത്ത് കൊണ്ടുപോയി വെക്കാം. സോ കം ഓൺ, ഐ ഷോ യു. ഹിയർ ഈസ് അവർ വേസ്റ്റ്. ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് കൊടുത്തു വെച്ചാണ്. ഇത് നമുക്ക് താഴത്ത് കൊണ്ടേ കൊടുക്കണം. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകണം. ഇത് നമ്മൾ ഓണറിൻ്റെ വീടാട്ടോ. അതിൽ ഷോ ഇവിടെ ഒരു പ്രാവുംകുട്ടി ഉണ്ട്. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം.
നോർമലി നമ്മളിതാ ഇവിടെയാണ് വയ്ക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അവർ വരാത്തത് കൊണ്ട് തന്നെ പുറത്ത് വെച്ച് വല്ല പട്ടികളൊക്കെ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് സേഫായിട്ട് വെച്ചിട്ട് തിരിച്ചു വരാണ് കേട്ടോ. അപ്പോൾ വെച്ചു തിരിച്ചു. ഇതാണ് കേട്ടോ ആ പ്രാവും കുട്ടികൾ. എനിക്ക് പൊതുവേ പക്ഷികളുടെ തൂവലിന് ഭയങ്കര പേടിയാണ് പണ്ട് തൊട്ടേ. പക്ഷേ ഞാനിങ്ങനെ ദൂരത്തുനിന്ന് കാണാൻ എനിക്ക് ഇഷ്ടം. നമുക്ക് പുതിയ വേസ്റ്റ് കവർ ഇടണം. സോ നമ്മളൊരു കവർ എടുത്തു. നമ്മൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെസ്റ്റ് ഇല്ല. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കഴിക്കണം. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാവും. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വെജിറ്റബിൾസും കേടും അങ്ങനെ 2-3 ഐറ്റംസൊക്കെ ഉണ്ടാവും. അത് താഴത്തെ ആൻറ്റിയുടെ വീട്ടിലെ ഫ്രിഡ്ജിലോ അതായത് ഓണറിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലാണ് കൊണ്ടുവയ്ക്കുക. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സമയത്ത് അതെടുത്തിട്ട് വരണം. ആൻഡ് അത് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് ചോറാക്കി ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോഴേക്കും ചോറ് തിന്നാനുള്ള സമയമാവും. പിന്നെ ആ പാത്രം കഴുകി വെക്കണം. അപ്പോൾ ഒരു 2 പേരാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു എത്രമാത്രം നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് അയ്യോ അമ്മ കേൾക്കണ്ട. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് വേറെ ഒന്നുമില്ല, സ്പെഷ്യലായിട്ട് ബ്രിഞ്ചാളുണ്ടായിരുന്നു. ബ്രിഞ്ചാൾ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തു. പക്ഷേ ആ സ്ലൈസായിട്ട് കട്ട് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അരി ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ടായിരുന്നു. ഒരു കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒരു നേരം തിന്നാൻ ഇത് അത്ര അരി തന്നെ വളരെ ധാരാളമാണ്. അപ്പം അത് അടുപ്പിലിട്ടു. ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണം. വിശപ്പ് മാറണ്ടേ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിഞ്ചാൾ പൊരിക്കാനുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കി അപ്പോഴേക്കും നമ്മുടെ ചോറായി. ചോറ് ഇത്രയേ ഉള്ളൂ ചോറ് കേട്ടോ. ഇതാണോ നിങ്ങൾ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് മതി, ഇത് ധാരാളമാണ്. ആൻഡ് ഈ അരിയാണെന്നെങ്കിൽ അതങ്ങോട്ട് സെറ്റാവുന്നില്ല. എന്നാലും അങ്ങോട്ട് കഴിക്കൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിശപ്പ് മാറ്റാൻ കഴിക്കണമല്ലോ. ആൻഡ് ബ്രിഞ്ചാളും റൈസ് കുക്കറിൽ തന്നെയാണ് പൊരിച്ചത്. വേറെ വഴിയില്ല. കാരണം ഇൻഡക്ഷൻ കുക്കറിൽ പ്രോപ്പറായിട്ട് പാൻ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ നല്ലോണം റോസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ അഭാവം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്യാസും ഒരു സ്റ്റൗവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോവും. പക്ഷെ അതില്ലാത്തത് കൊണ്ട് തന്നെ കറണ്ടിലുള്ള ഈ റൈസ് കുക്കറിലും ഇൻഡക്ഷൻ കുക്കറിലുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഞാൻ ഭയങ്കര പണിയിലാണ്. അല്ല, കുറച്ച് നേരം പോയി റിലാക്സ് ഒക്കെ ചെയ്ത് വന്നിട്ടാണ് നമ്മൾ പണിയെടുത്തത്. ആൻഡ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ടോ, ചോറുണ്ട്, അത് ധാരാളം കേട്ടോ. വഴുതിനിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ട്. മെഴുക്ക് വരട്ടി അല്ല, ഫ്രൈ ആണ്. തൈരുണ്ട്, തൈരിലിടാൻ ഉപ്പുണ്ട്. പ്ലേറ്റ് റെഡിയാണ്, വെള്ളം റെഡിയാണ്. തുണി ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മടക്കി കൊണ്ടേ വെച്ചു. തിന്നുമ്പോഴാണ് മനസ്സിലായത് ആ വഴുതിനിങ്ങ ഒട്ടും വെന്തിട്ടില്ലായിരുന്നു. ചിലത് നന്നായിട്ട് വെന്തു, ചിലത് വെന്തിട്ടില്ല. ഊണ് കഴിഞ്ഞാൽ കേമായിട്ടൊരു ഉറക്കം എന്ന് പറയുന്നത് പോലെ ഞാൻ നന്നായിട്ട് ഒന്ന് കിടന്നുറങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു. കാരണം നല്ല ടയേർഡാവുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സുഖമായിട്ട് ഒന്ന് ഉറങ്ങാമെന്ന്. മേല് കഴുകാം നമുക്ക്. സോ മേല് കഴുകാം. ഇവിടുത്തെ വെള്ളത്തിലേക്കൊന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ട്വൈസ് ഇൻ എ വീക്കേ കുളിക്കുള്ളൂ. അതും തല മാത്രം മിനറൽ വാട്ടർ വെച്ച് കുളിക്കും. അതുകൊണ്ട് മേല് കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ തെലങ്കാനയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ലോങ് ഹെയർ ആണ്. അപ്പം എനിക്ക് കണ്ടിട്ട് കൊതിയാവുക. എന്ത് രസമാണെന്നറിയാം അവരിങ്ങനെ പിന്നിട്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായി നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി, പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് തെലുങ്കും അല്ലെങ്കിൽ തമിഴ് കൊഞ്ചമേ അറിയുള്ളൂ. പിന്നെ ഹിന്ദി അറിയാം. പക്ഷെ എനിക്കാണെങ്കിൽ ഹിന്ദി അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് ആകെ ഒരു ഇംഗ്ലീഷും പിന്നെ മലയാളത്തിൻ്റെ വക്ക് പൊട്ടിയതും വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് നോ തെലുങ്ക് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് മനസ്സിലാവില്ല. ഇവർ ഇങ്ങനെ കുറച്ച് മറ്റേ ക്രീ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ. പക്ഷെ പോയി അവിടെയുള്ള നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ടൊന്ന് കമ്പനിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ലൊരു കോഫി ഉണ്ടാക്കി നല്ലൊരു ഈവനിങ് കോഫി കുടിച്ചിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ടെറസ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചായ ആയിട്ട് മേലെ പോയി കുടിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും മേലെ എത്തുമ്പോഴത്തേക്കും ചായ തണിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്
ചായ താഴത്തു തന്നെ കുടിച്ചിട്ട് ഞങ്ങൾ മേലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. ആൻഡ് ഈവനിങ് ആകുമ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാന്നുള്ളതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ കണ്ട ഗൈസ് നല്ല വെയിലല്ലേ. ഇപ്പോൾ ഇവിടെ സമയം എത്രയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എന്ന് പറയാൻ വലിയ ദൂരമൊന്നുമില്ല, ഹൈദരാബാദാണ്. ബട്ട് ഈ വെയിൽ, ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ എത്രയായിരിക്കും സമയം തോന്നുക? ഓക്കെ, ദിസ് സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ബട്ട് സമയം ഇപ്പോൾ 6 o'clock ആണ് കേട്ടോ. നല്ല വെയിലുണ്ട്, ഒരു 4 മണി 4:30 വെയിലാണിപ്പോൾ. എന്താ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അന്തരീക്ഷത്തിൽ ആ ഒരു ലൈറ്റിനെ കുറച്ച് നേരം അങ്ങനെ പിടിച്ച് നിർത്താനുള്ള ഒരു കോണ്ടൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. ഒന്നുകൂടി വ്യക്തവും ശക്തവുമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗൂഗിൾ ചെയ്യൂ. അങ്ങനെ രാത്രി അമ്പിളിമാമനെ കാണാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നല്ല രസമാണ് ടെറസ് കാണാൻ വേണ്ടിയിട്ട്. ആകാശം, അമ്പിളിമാമൻ, അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ്. അതിനുശേഷം കൂടുതൽ വൈകിപ്പിച്ചിട്ടില്ല. നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അരി തീർന്നിട്ടുണ്ട്, വെജിറ്റബിൾസ് തീർന്നിട്ടുണ്ട്, ഫ്രൂട്ട്സ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കട, പാൽ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ട ആ കുട്ടിയാണ് നമുക്ക് പാലൊക്കെ എടുത്തു തരുന്നത്. അവൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ വന്ന സമയത്ത് കുറച്ച് സ്ട്രഗിളിങ് പീരീഡ്, മീൻസ് സ്ട്രഗിൾ ചെയ്തൊന്ന് പറയാൻ വേണ്ടിയിട്ട്. മുട്ട വാങ്ങിച്ചു, കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു, ഉള്ളി, തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നോക്കാം. ഞങ്ങൾ ഇതുവരെ ഇതിലൂടെ നടന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു പീടിയ വരെ, ഇപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ടില്ല, ആ ഒരു പീടിയ വരെ വരും, തിരിച്ചു പോകാമെന്നല്ലാതെ നമ്മൾ ദൂരത്തേക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ എത്തിയില്ലേ, അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കട ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അയ്യോ കൊടുങ്ങ നടക്കാം. കുപ്പിവളയാണ് ഗൈസ്, കുപ്പിവള പീടിയകൾ. ഡാൻസിന്റെ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നു. ശിവ കളക്ഷൻ. പിന്നെ അവിടെ പൂവുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. റോൾഡ് ഗോൾഡ് നോ, ദാറ്റ് റെഡ് വൺ നോക്ക്, ദിസ് വൺ. അല്ലല്ല, അടുത്ത് നല്ല രസമല്ല, പക്ഷെ രസമുണ്ട് അല്ലേ. ഫ്രൂട്ട്സ് കട തപ്പി നടക്കുകയാണ് ഗായ്സ് ഞങ്ങൾ. മല്ലി ഇവിടെ ഞങ്ങള് ഫ്രൂട്ട്സ് നോക്കി നല്ല ഒരു അമ്പലം കണ്ടു ഗായ്സ്. ഈ പൂവില്ലേ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ആരും ഇവിടെ പുറത്തിറങ്ങണില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്ത് അമ്പലത്തിന്റെ ഏരിയയിലൂടെ നടക്കുമ്പോ ആൾക്കാരൊക്കെ നോക്കുന്നു. കടലയുണ്ട് ഇവിടെ. ഞങ്ങളൊരു പപ്പായ വാങ്ങിച്ചു, മാംഗോസ്. അതെ, ഇവിടുന്നാണ് ചപ്പാത്തി വഴിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഈ ഒരു ചേച്ചിയും ചേച്ചിക്കൊരു മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ കണ്ട ചിരിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിച്ചും വർത്തനമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പരിചയമായി. അപ്പോൾ നമ്മളിട്ട് വർത്തനം പറയും, ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മോൾ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാക്കും. അതുകൊണ്ട് മോൾ സംസാരിച്ച് മോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. നല്ല കറക്റ്റാണ് അവിടെ കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അതുപോലെ വൈകുന്നേരം ക്ഷീണിക്കുമ്പോൾ എപ്പോഴും ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇളനീര് കുടിക്കായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുനിന്നൊരു ഇളനീപ്പീടി കണ്ടപ്പം നമ്മൾ കുടിക്കാൻ വെച്ചു. നാട്ടില് ഒരു ഇളനിക്ക് 60 രൂപ തന്നെയാണ്, പക്ഷെ അതിന്റെ ചെറുതും ഉണ്ട്, പക്ഷെ വെള്ളം കുറവായിരിക്കും. അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം വാങ്ങിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുരട്ടി വെച്ച ചിക്കൻ കാലുണ്ട്, മല്ലിയില വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു പപ്പായ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പ് ഓഫ് ചീര. ഇത് ഇതാണോ പാലക് ചീര? അല്ലല്ലോ, അല്ലാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടീസ്. ഇതെന്താ, വഴുതിനിങ്ങ, ഉച്ചത്തെ വഴുതിനിങ്ങ. പാല് തിളപ്പിച്ച് വെച്ചു. പപ്പായ, 2 മാങ്ങ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തക്കാളി, ഉള്ളി,
ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ ചൊരിഞ്ഞു പോയി, അത് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കിയിരുന്നു. അങ്ങനെ നമ്മൾ 2-3 തക്കാളി അല്ലേ അങ്ങനെ നമ്മളുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും. അങ്ങനെ ഇന്നത്തെ ഒരു ഹോളിഡേ കഴിഞ്ഞു. ഇവിടെ നല്ല നീട്ടമുള്ള പോലെ ഒരു ദിവസത്തിന് എന്തൊരു ലോങ് ഡേ ആണെന്ന് തോന്നുട്ടോ. അങ്ങനെതാ നമ്മൾ പാത്രമൊക്കെ കഴുകി, നാളെ കഴിക്കാനുള്ള ചപ്പാത്തി ഇവിടെ പാക്കാക്കി, വഴുതിനങ്ങ പൊരിക്കാനുള്ളത് ഇവിടെ ഉണ്ട്, അത് പൊരിക്കാനുള്ള എണ്ണ ഇവിടെ ഉണ്ട്, തൈര് ഇവിടെ ഉണ്ട്, ആൻഡ് പാൽ ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കി ഇത് നാളെ മുറിച്ച് സ്കൂളിൽ ഈ പാത്രത്തിലിട്ട് കൊണ്ടുപോകണം. അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. ചില ദിവസം വയ്യാത്ത ദിവസം കിടക്കും കേട്ടോ, കാരണം വേറെ ആരുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വയ്യെങ്കിൽ വയ്യാന്ന് പറഞ്ഞങ്ങ് കിടക്കും. ചില ദിവസം വൃത്തിയാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസങ്ങൾ ഇപ്പോൾ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഒരുപാട് ലേറ്റായി. ഞാൻ മാക്സിമം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ഹോളിഡേ ഡേ ഒക്കെ ഇങ്ങനെ പോവുക. ഒരു വർക്കിംഗ് ഡേ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യൂ. അപ്പം എങ്ങനെയായിരിക്കും എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുണ്ടെങ്കിലും കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പം എല്ലാവർക്കും വളരെ പീസ്ഫുള്ളായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് വിഷ് ചെയ്യുന്നു. സോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഗുഡ് നൈറ്റ്.